ഇന്ന് നേഷൻ ഫസ്റ്റിൽ അതിഥിയായിട്ടുള്ളത് കേംബ്രിഡ്ജ് മുൻ മേയറും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ബൈജു തിട്ടാലയാണ്. നമസ്കാരം സർ. നമസ്കാരം. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിധി ഉണ്ടായിരുന്നു. അതായത് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ പിന്നീട് മറ്റൊരു പുരുഷനുമായി പ്രണയത്തിലാവുകയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തതിന് ശേഷം അത് പിന്നീട് പീഡന പരാതിയായി കോടതിക്ക് മുൻപിലേക്ക് വന്നിട്ട് കാര്യമില്ല എന്നുള്ള നിലയിലേക്കാണ്. അതായത് ആ പരാതി നിലനിൽക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. ഒരുപാട് നാൾ കഷ്ടപ്പെട്ട് സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് പോരാട്ടങ്ങൾ നടത്തി പലരുടെയും പ്രയത്നത്തിന്റെ ഫലമായി വന്ന പല വിധികളും ഇന്നത്തെ ഈ ഒരു സമൂഹത്തിൽ മാറി മറിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ പെൺകുട്ടികൾ തന്നെ അല്ലെങ്കിൽ സ്ത്രീകൾ തന്നെ അല്ലെങ്കിൽ യുവതികൾ തന്നെയാണോ ഈ പറയുന്ന അവർക്ക് ലഭിച്ച നീതി അല്ലെങ്കിൽ അവർക്ക് ലഭിച്ച പല ആനുകൂല്യങ്ങളും ഇല്ലാതെയാക്കുന്നത്? ഞാൻ ഇവിടെ ബ്രിട്ടനിൽ ഇതേ രീതിക്ക് ഉള്ള കേസുകൾ നടത്തുന്ന ഒരു അഭിഭാഷകനാണ്, സ്റ്റേറ്റ് ക്രിമിനൽ വക്കീലാണ്. ഞാൻ ഇതേ രീതിയിലുള്ള പല കേസുകൾ ഇവൻ സ്റ്റേഷനിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്, കോർട്ടിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഇന്ത്യയിലെ ഒരു കോണ്ടെക്സ്റ്റില് ഇന്ത്യയിലെ കോണ്ടെക്സ്റ്റ് അവിടെ നിൽക്കട്ടെ, ബ്രിട്ടനിലെ കോണ്ടെക്സ്റ്റിൽ ദ പ്രൈം ക്വസ്റ്റ്യൻ ഈസ് വെദർ വാസ് ഇറ്റ് എ കൺസെൻഷ്വൽ സെക്സ്. കൺസെന്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. പിന്നീട് ടെസ്റ്റ് ചെയ്യുന്നത് ഈ കൺസെന്റ് കൊടുക്കാൻ ഇയാള് കേപ്പബിൾ ആയിരുന്നു, whether she was drugged or in the influence of alcohol. The question is whether this person has the capacity to give consent. അടുത്തത്, was she forced to give that consent? Choice, freedom, and whether this person has the capacity to give that consent. നമ്മൾ ഈ കോണ്ടെക്സ്റ്റിൽ തന്നെ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ കേസിനെ എടുക്കുവാണെങ്കിൽ of course manipulation will be considered, but the question is whether that manipulation played a role in giving consent ആണ് ചോദ്യം. അപ്പൊ നമ്മൾ ഈ കേസ് തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ മൂന്ന് സാഹചര്യവും ഇവിടെ ഉണ്ടോ? അതായത് ഇപ്പൊ ഇതിൽ ഒറ്റ പ്രശ്നമായി കാണുന്നത് she is claiming that ഇദ്ദേഹം കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് ആണ് ഞാൻ സമ്മതിച്ചെന്നുള്ളതാണ്. അപ്പൊ എന്റെ ചോദ്യം, ആ പാർട്ട് അതൊരു സെക്കൻഡറി പാർട്ടായി മാത്രം കാണണം എന്ന് കാണുന്നൊരു അഭിഭാഷകനാണ് ഞാൻ. അത് ഇവിടെ എങ്ങനെയാണെന്ന് തരും. അതായത് ഫസ്റ്റ് പ്രൈമറി ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഈ കൺസെന്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കൺസെന്റ് ഉണ്ടായിരുന്നെങ്കിൽ കൺസെന്റ് കൊടുക്കാൻ കപ്പാസിറ്റി ഉണ്ടായിരുന്നു, ഫ്രീഡം ഉണ്ടായിരുന്നു, whether she had the choice to say no or yes. അതായിരിക്കണം പ്രൈമറിലി ഈ റേപ്പ് കേസിലെ ഇൻഗ്രീഡിയൻസ് എന്നുള്ളതാണ് അതാണ് നിലവിൽ നിൽക്കുന്ന നിയമം. പക്ഷെ അത് ഇന്ത്യയിൽ ഇതിൽ യഥാർത്ഥ പ്രശ്നം എന്തെന്നറിയോ? ഈ വക ചോദ്യങ്ങളും ക്വസ്റ്റ്യൻസും എല്ലാം ഇനി ബ്രിട്ടൻ പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷനിൽ തീരും. ഈ കൃത്യമായ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇൻട്രോഗേഷൻ നടത്തി ആ ഇൻട്രോഗേഷനിൽ ആ എലമെന്റ് വിൽ ബി ഫോർ സർട്ടൻ എക്സ്റ്റെന്റ് ഇറ്റ് ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ്. ഞാൻ എൻ്റെ പല കേസുകളിലും കൺസെന്റ് ഉള്ളത് കൺസെന്റോടുകൂടിയായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ ഇൻവെസ്റ്റിഗേഷന്റെ ഫേസ് മാറുകയാണ്. നമ്മളുടെ രാജ്യത്തെ ഒരു പ്രശ്നം, നമ്മളെല്ലാം ഈക്വൽ ആണ്. whether you are a male or female, we all are equal in the face of law and constitution, under the Constitution of India. So the ചോദ്യം, ഈ റേപ്പ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആ ഡെഫിനിഷനിലൂടെ തന്നെ വേണം ഇതിലെ കോടതികളിൽ കൃത്യമായി ട്രയൽ നടക്കാൻ. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ ഈ ചില കേസുകളിൽ യാതൊരുവിധ തെളിവുമില്ല. എവിഡൻസ് എടുക്കുമ്പോഴത്തേക്കും ചില കേസുകളിലൊക്കെ ഈ വൂണ്ടുകൾ ഉണ്ടാവും, ഇഞ്ചുറീസ് ഉണ്ടാവും, ടെക്സ്റ്റ് മെസ്സേജസുകൾ കാണും, അല്ലെ അതേ രീതിയിലുള്ള ഇന്റിമിഡേറ്റിംഗ് ആയിട്ടുള്ള കൊളാബറേറ്റീവ് ആയിട്ടുള്ള എവിഡൻസ് കാണും. ഇതേപോലുള്ളൊരു കേസിൽ they were in love and then whether they have decided to move on with the life or not is a different story altogether. They were in love, she has the freedom, she has the choice, and it was free of her will. Then once, whatever the reason, they had some disagreement, then she has decided to go against him by claim,
But what she's saying, rest everything is consensual, but this was based on the promise to marry. അപ്പോ നമ്മൾ ലീഗാലിറ്റിയിൽ ആ റേപ്പിന്റെ ഈ ഡെഫിനിഷന്റെ ഔട്ട്സൈഡിലേക്ക് ഇതിന്റെ 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 ഡിറ്റർമൈനിങ് ഫാക്ടർ പോവുകയാണ്. അത് ലീഗലി ഒരു കാരണവശാലും അലൗ ചെയ്യരുത് എന്നുള്ളതാണ്. സി, സൊസൈറ്റിയിൽ പ്രശ്നങ്ങളുണ്ടാവും. സൊസൈറ്റിയിൽ ആണുങ്ങളും പ്രശ്നക്കാരായിട്ടുണ്ട്, പെണ്ണുങ്ങളും പ്രശ്നക്കാരായിട്ടുണ്ട്. സൊസൈറ്റി നമ്മളെല്ലാം, നമ്മുടെ സമൂഹം അങ്ങനെയാണല്ലോ. അത് അവിടെയാണല്ലോ ശരി, ഇവിടെയാണല്ലോ ശരി. അപ്പോൾ എൻ്റെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്, ഇതിൽ യഥാർത്ഥ പ്രശ്നം ഈ ഇൻവെസ്റ്റിഗേഷൻ കൃത്യമായി നടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ പ്രശ്നം സോൾവ് ആകുമെന്ന് വിശ്വസിക്കുന്നതാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ റേപ്പ് കേസൊക്കെ നടക്കുന്നത് 8, 10, 15 വർഷമാണല്ലോ. ഇവിടേക്ക് ഇത് മാക്സിമം 1.5 വർഷം കൊണ്ട് കേസ് തീരും, ഈവൻ ട്രയലിൽ പോയപ്പോഴും. അപ്പോൾ ആ സ്പീഡി ഡെലിവറി ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ് നമ്മൾ ഈ കാണുന്നത്. പിന്നെ രണ്ടാമത്, ഈ ഇങ്ങനെയുള്ള കേസുകളിൽ, ഈ ഡിവോഴ്സ് കേസുകൾ അല്ലെങ്കിൽ ഈ സെപ്പറേറ്റഡ് കേസുകളിൽ ഡിവോഴ്സ് ഒരു പ്രശ്നമാണ്. ഈ ഡിവോഴ്സ് കോൺവലോട്ടഡായി നീണ്ടു പോവുകയാണ്. 10, 15, 20 വർഷമൊക്കെ പോവുകയാണ്. അവരുടെ ലൈഫ് അതിൽ തീർന്നു പോവുകയാണ്. അത് ബ്രിട്ടനിൽ ശരിക്കും നമ്മുടെ ആ ലീഗൽ ആ സെക്ടർ നിയമത്തിൽ ലീഗൽ റീഫോം ഈസ് ഇനെവിറ്റബിൾ. കാരണം ഇതിന് രണ്ടായിട്ട് വെക്കും. ഈ ഫൈനാൻഷ്യൽ അസറ്റുകളും ഫൈനാൻഷ്യൽ ഡീലിങ്സുകളും എല്ലാം സെപ്പറേറ്റ് ആക്കി വെക്കുകയും ഈ ഡിവോഴ്സ് മാത്രം ലീഗലി രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഡിവോഴ്സ് മാത്രം ഒരു 3 to 6 months തീർക്കത്തക്ക രീതിയിൽ നിയമം അത് റീഫോം ചെയ്യുക. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും പിന്നെ ഫൈനാൻഷ്യൽ പ്രൊവിഷൻസ് സംബന്ധമായ അസറ്റ്, പിന്നെ ഈ പ്രോപ്പർട്ടി അസറ്റ് ഡിവിഷൻ അല്ലെങ്കിൽ മെയിൻ്റനൻസ് കൊടുക്കുന്ന, ലെറ്റ് ദാറ്റ് ബി എ സെപ്പറേറ്റ് പ്രൊസീഡിങ്സ്. സോ ലെറ്റ്സ് ഡീൽ വിത്ത് ഡിവോഴ്സ്. ലീഗലി ഇവരെ ഡിവോഴ്സ് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക, ലീഗലി ഡിവോഴ്സ് ചെയ്യുക. ദെൻ ലെറ്റ് ദം മൂവ് ഓൺ വിത്ത് ദ ലൈഫ്. And then the financial proceedings application, if they want to prolong it, let them do whatever they want to do, but they can move on with the life. ആ ഏരിയയിൽ കൃത്യമായ ഒരു റീഫോം ഉണ്ടായാൽ ഈ പകുതി പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെടും എന്നുള്ളതാണ് എൻ്റെ റീഡിങ്. തീർച്ചയായിട്ടും. പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ തന്നെ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ആണെങ്കിൽ പോലും ഒരുപാട് കേസുകൾ ഇത്തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്ത് വരുന്നൊരു സാഹചര്യമുണ്ട്. അതായത് മറ്റു പല വ്യക്തി വൈരാഗ്യങ്ങൾ കൊണ്ടും ഈ ഒരു പീഡന പരാതികൾ നൽകുന്ന ഒരു സാഹചര്യം ഒക്കെ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി വാർത്തകളിലൂടെ കാണുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഒരു വ്യക്തിയുടെ ഒരു പീഡന പരാതികളാണെങ്കിൽ പോലും ഈ ഒരു നിയമം പുറത്തു വരുമ്പോൾ കുറെ ആളുകൾക്ക് ഇത് അനുകൂലമായി വരുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഒരേ സമയം ഒരു പുരുഷൻ തന്നെ പല പെൺകുട്ടികളെ, കല്യാണം കഴിഞ്ഞ പല പെൺകുട്ടികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതെല്ലാം പുരുഷന് മാത്രം നീതിയാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ, പുരുഷൻ മാത്രം നല്ലവനാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ, അത് നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾക്ക് അവർ അർഹിക്കുന്ന നീതി ലഭിക്കാതെ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കില്ലേ? ഇല്ല, അതിൽ ഇത് നമ്മൾ പറയുന്നത് ക്രിമിനാലിറ്റിയെ പറ്റിയാണ്. നമ്മൾ സൊസൈറ്റിയിൽ നമ്മൾ ക്രിമിനാലിറ്റിയായി മാത്രം കാണുക, ഈ ബാക്കി സോഷ്യൽ പ്രശ്നങ്ങളായി കാണുക. രണ്ട് ആണുങ്ങൾ, രണ്ട് വ്യക്തികൾ തമ്മിൽ, വെദർ ഇറ്റ് ഈസ് മെയിൽ ആൻഡ് ഫീമെയിൽ, ഹെറ്ററോസെക്ഷലോ ബയോസെക്ഷലോ ആയിട്ട്, അവർ തമ്മിൽ ബോത്ത് പാർട്ടീസ് വർ കൺസെന്റഡ് ടു ഹാവ് സെക്സ്. എന്റെ ചോദ്യം, ഹൗ ക്യാൻ ലോ ഇന്റർവീൻ ദേ? നമ്മുടെ സോഷ്യൽ മൊറാലിറ്റിയാണ് നിൽക്കുന്നത്, നമ്മൾ ലീഗാലിറ്റിയാണ് പറയുന്നത്, മൊറാലിറ്റി അല്ല പറയുന്നത്. Legality, if both parties were consented, irrespective of they were married or not married, ഈ റേപ്പിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ലീഗൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത് കൺസെന്റ് ഉണ്ടെന്നുള്ളതാണ്. അതിൽ ബോത്ത് പാർട്ടീസ്, അതിന് സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഉണ്ട്, നമ്മുടെ ഇന്ത്യൻ സുപ്രീം കോടതിയിൽ. ഇവിടെ ബോത്ത് പാർട്ടീസ് were consented, the case is over, but there is no case to answer. പിന്നെ അതേ രീതിയിൽ നമ്മുടെ ലോ നമുക്ക് ഒത്തിരി നിയമങ്ങളുണ്ട്. ഇതിൽ പലതും സായിപ്പിന്റെ കാലത്ത് എഴുതി വെച്ചിട്ട് പോയതാണ്. ഇതൊന്നും കൃത്യമായി കോഡിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിനെ കൃത്യമായി നമ്മുടെ സൊസൈറ്റി മാറുന്നതനുസരിച്ച് നമ്മളിപ്പോ വിക്ടോറിയൻ എറയിലെ ലോ ആണ് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ IPCC BNS ഒക്കെ മാറ്റിയെങ്കിലും ഐ കാനോട്ട് സീ എനി ചേഞ്ചസ് ദെയർ. എക്സാമ്പിൾ ഞാൻ പറയാം, ഇവിടുത്തെ സെക്ഷൽ ഒഫൻസസ് ആക്ട് 2003 അവിടെ നമ്മള് ഈ 1830 എഴുതിയ സ്ഥാനം അതുപോലെ കട്ടാമ്പേശി ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ മാറിയിട്ടുണ്ടാവാം. പക്ഷെ ഇത് യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ഈ സൊസൈറ്റി മാറുന്നതനുസരിച്ച് ലീഗൽ റീഫോംസുകൾ ഇല്ല. ഇതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോ
മോഡേൺ, അതായത് ഡെവലപ്ഡ് കൺട്രികളിലല്ല, മോഡേൺ ഈ ഡെവലപ്ഡ് കൺട്രീസിലെല്ലാം തന്നെ ഇഫ് ബോത്ത് പാർട്ടീസ് വർക്ക് in agreement and in consent. I am of the view there should not be no law intervention. അതെ, തീർച്ചയായിട്ടും. പക്ഷേ ഇപ്പോൾ ഈ പറയുന്നത് പോലെ രണ്ടുപേരും കൺസെന്റോട് കൂടിയാണെങ്കിൽ ഒരുപക്ഷെ ഇത് നിലനിന്ന് പോയില്ല. ഇതിപ്പോൾ നമ്മൾ ഇതിന് മുൻപ് പല കേസുകളും നമ്മൾ കണ്ടിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് റേപ്പ് ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമ്പോൾ ഒരുപക്ഷെ ആക്രമണത്തിലൂടെയാണെങ്കിൽ പോലും അവരുടെ മെന്റൽ സ്റ്റേജ് കൊണ്ട് അവർ ഈ റേപ്പിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ലെങ്കിലും മേ ബി ഫിസിക്കലി അങ്ങനെ ആകാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ കണ്ടിരുന്നു ദിലീപ് കേസിൽ ഒരു സമയത്ത് വലിയ വിവാദമായിരുന്നു. അതിജീവിതയായ പെൺകുട്ടി ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയയാകാൻ തയ്യാറായില്ല എന്നുള്ളത്. ഒരുപക്ഷെ അങ്ങനെ ശാസ്ത്രീയമായി പരിശോധിക്കുന്ന സാഹചര്യം വരികയാണെങ്കിൽ പെൺകുട്ടി ഫിസിക്കലി അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ അപ്പോഴും ഈ ഒരു നിയമം ഇങ്ങനെ തന്നെ നിലനിന്ന് പോകുമോ, ഉഭയസമ്മതത്തോടു കൂടിയാണല്ലോ എന്നുള്ള നിലയിൽ? റേപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റ് മുഴുവൻ മാറിപ്പോവാണ്. കൺസെന്റ് ഇല്ല, അത് ക്രിമിനാലിറ്റിയാണ്. ഈ പറയുന്ന പരാതികളിൽ അത് പിന്നീട് പ്രണയത്തിലോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ശേഷം പിന്നീട് അത് റേപ്പ് ആയിട്ടാണ് കേസുകളിൽ വരുന്നത്. The question is, see, if someone just pointing a finger at you, that does not make you a convicted culprit or a convicted person. It has to go through the proper process. If ഞാനിപ്പോ പറയാണ്, see, you assaulted me, and I can say it. Who in the judicial system, who can give you an ultimatum on that? Only the court. So if ഞാൻ പറയുകയാണ്, ഇപ്പൊ എന്നെ ഒരാൾ അറ്റാക്ക് ചെയ്തു, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഈ നമ്മുടെ ദിലീപിന്റെ കേസിലെ പോലും ആ കേസിൽ അതിൽ റേപ്പാണെന്നുള്ളതിൽ ആർക്കും ഒരു സംശയമില്ല. അത് നിങ്ങൾ പറഞ്ഞ വയലൻസ് കാണിക്കുന്നു, ക്രിമിനാലിറ്റി കാണിക്കുന്നു, അവിടെ ഫ്രീഡം ഇല്ല, കൺസെന്റ് ഇല്ല, ചോയ്സ് ഇല്ല. ദാറ്റ് ഈസ് പ്യൂർലി റേപ്പ്. അതെ, അല്ല, ഞാനതിപ്പോ പറഞ്ഞു വന്നതിനോടൊപ്പം ചേർത്ത് ചോദിച്ചു എന്നതാണുള്ളത്. എന്തായാലും ഈ ഒരു നിയമം വരുമ്പോൾ ഒരുപക്ഷെ ഈ പറയുന്ന യഥാർത്ഥമായ പല സംഭവങ്ങളും ഇതിലൂടെ മാനിപ്പുലേറ്റ് ചെയ്ത് കല്യാണം കഴിഞ്ഞ സ്ത്രീയാണല്ലോ, അപ്പോൾ അവളുടെ ഭാഗത്ത് മാത്രമാണ് തെറ്റ് എന്ന് വരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനുള്ള സാധ്യതകളില്ലേ? ഇല്ല, ഞാൻ പറഞ്ഞത് കല്യാണം കഴിഞ്ഞ, ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞത്, കല്യാണം കഴിഞ്ഞ സ്ത്രീയാണ് എങ്കിൽ, ഫുൾ കൺസെന്റോട് കൂടിയാണ് എങ്കിൽ, ഇതൊരു മൊറാലിറ്റിയുടെ പ്രശ്നം മാത്രമാണ് പറയുന്നത്, ലീഗാലിറ്റി അല്ല. കല്യാണം കഴിഞ്ഞ സ്ത്രീക്ക് മറ്റൊരാളുമായി ബന്ധം പാടില്ല എന്നുള്ളത് മൊറാലിറ്റിയാണ്, അത് നിയമപരമായി നിൽക്കില്ല. മറിച്ച് കല്യാണം കഴിഞ്ഞൊരാള് വേറൊരാളുമായി കൺസെന്റോടുകൂടി സെക്സിൽ ഏർപ്പെട്ടാൽ എന്റെ ചോദ്യം എങ്ങനെയാണ് ലോയ്ക്ക് ഇന്റർവ്യൂൻ ചെയ്യാൻ പറ്റുന്നതാണ് എന്റെ ചോദ്യം. അത് ഇതവേ ആണാളിനും പെണ്ണാണേലും മോറലി ഐ ടേക്ക് എ പോയിന്റ്. ബട്ട് നമ്മൾ മോറലി നമ്മൾ ഇതിനെ അസസ് ചെയ്യുമ്പോൾ you need to understand other jurisdictions, the continental jurisdictions. അവിടെയൊക്കെ the question is whether both the parties have consented, full consented. Freedom, choice, and freedom and choice, and freedom, choice, freedom and choice, and the capacity to enter into that choice. ഇതുണ്ട് എങ്കിൽ അതാണ് അതിന്റെ പ്രൈമറി, അതാണ് അതിന്റെ the sole deciding factors. ഈ കൺസെന്റ്. അതെ, തീർച്ചയായിട്ടും. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി. താങ്ക് യു.